ടെക് ടോക്ക് ഫ്രം ദ സ്ക്രാച്ചിന്റെ എംബഡഡ് സിസ്റ്റം ട്രെയിനിങ് ഡേ 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നത് ഒരു അറ്റ്മെഗ 320p മൈക്രോ കൺട്രോളർ എങ്ങനെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യിക്കുന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ പുതിയതായിട്ടൊരു മൈക്രോ കൺട്രോളർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അതിന് ബൂട്ട് ലോഡ് ചെയ്യേണ്ടി വരും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അറ്റ്മെഗ 320p മൈക്രോ കൺട്രോളർ എങ്ങനെ ബൂട്ട് ലോഡ് ചെയ്യാം, എന്തിനാണ് ഈ ബൂട്ട് ലോഡ് ചെയ്യണത് എന്നുള്ളതാണ്. അർഡിനോ യുനോ ബോർഡ് യൂസ് ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളൊരു കോഡ് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് ഈ RXും TXും LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കോഡ് ഫ്ലാഷ് ചെയ്യണത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. നമ്മളൊരു പുതിയൊരു IC വാങ്ങുന്ന സമയത്ത് അതിനകത്ത് ബൂട്ട് ലോഡർ ഉണ്ടായിരിക്കില്ല. ശരിക്കും ഈ ബൂട്ട് ലോഡർ ആണ് ഈ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉള്ള ബേസ് ആയിട്ട് കൊടുക്കുന്നത്. നമുക്ക് ആ ബൂട്ട് ലോഡിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് അർഡിനോ IDE ആയിട്ട് കോമ്പാക്റ്റബിൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂട്ട് ലോഡിങ് ചെയ്യുന്നത്. നമുക്ക് ഇനി എങ്ങനെ ഇത് ബൂട്ട് ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ സർക്യൂട്ട് നമ്മുടെ ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനകത്ത് നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയത്, എന്തുകൊണ്ടാണ് ഈ കണക്ഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 10 മൈക്രോ ഫാരഡിന്റെ ഒരു കപ്പാസിറ്റർ നമ്മൾ റീസെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ റീസെറ്റ് പിൻ, അത് ഒന്നാമത്തെ പിന്നിലേക്കും നെഗറ്റീവ് ടെർമിനൽ ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. മറ്റേത് നമ്മളൊരു 10K റെസിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇത് ബൂട്ട് ലോഡിംഗ് പ്രോഗ്രാം റൺ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ മൈക്രോ കൺട്രോളറിനെ റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ 10 മൈക്രോ ഫാരഡിന്റെ ഒരു കപ്പാസിറ്റർ നമ്മൾ ഇതിനെ ക്രോസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു അർഡിനോ യുനോ ബോർഡാണ്. നിങ്ങൾക്ക് നോക്കാം, ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട്. ഇവിടെ വേറെ മൈക്രോ കൺട്രോളർ ഉണ്ട്. അതായത് അർഡിനോ യുനോ ബോർഡിൽ ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട്. ഇതിന്റെ കണക്ഷൻ നോക്കാം. ഇതിന്റെ 10, 11, 12, 13 പിന്നുകളാണ് നമുക്ക് വേണ്ടത്. അതായത് ഡിജിറ്റൽ പിന്ന് 10, 11, 12, 13 ഓരോ ജമ്പർ വയറുകൾ നമ്മൾ എടുക്കുക. എന്നിട്ട് അത് നമ്മുടെ 10ാമത്തെ പിന്ന്, അതായത് അർഡിനോ യുനോയുടെ 10ാമത്തെ ഡിജിറ്റൽ പിന്ന് റീസെറ്റ് പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ വേണ്ടത് ഈ 11ാമത്തെ പിന്ന് അറ്റ്മെഗ 320pയുടെ 17ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യണം. അതായത് 15, 16, 17ാമത്തെ പിന്നിൽ അർഡിനോ യുനോന്റെ 11ാമത്തെ ഡിജിറ്റൽ പിന്ന് അറ്റ്മെഗ 320pയുടെ 17ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ 12ാമത്തെ ഡിജിറ്റൽ പിന്ന് വന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് 18ാമത്തെ പിന്നിലേക്കും 13ാമത്തെ പിന്ന് വന്നിട്ട് 19ാമത്തെ പിന്നിലേക്കും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് പവർ സപ്ലൈ ആണ്. അത് നമ്മൾ ഈ അർഡിനോ യുനോ ബോർഡിൽ നിന്ന് എടുക്കാം. 7ാമത്തെ പിന്നും 8ാമത്തെ പിന്നാണ്. 7ാമത്തെ പിന്നിലേക്ക് VCCയും 8ാമത്തെ പിന്നിലേക്ക് ഗ്രൗണ്ടും കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സോഫ്റ്റ്വെയറിലേക്ക് പോകും. സോഫ്റ്റ്വെയർ പാർട്ടിലാണ് കുറച്ച് വരുന്നത്. സോഫ്റ്റ്വെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് IDE ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഫയലിൽ വന്നിട്ട് എക്സാമ്പിൾസിനകത്ത് അർഡിനോ ISP, അതായത് 11ാമത്തെ എക്സാമ്പിൾ ആയിട്ടുള്ള അർഡിനോ ISP എന്നുള്ളത് എടുക്കുക. അത് ഓപ്പൺ ആയി വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് വെച്ചാൽ നമ്മുടെ ഇത് ഓൺ ആക്കാം. നമ്മുടെ അർഡിനോ യുനോ ബോർഡ് കണക്ട് ചെയ്യാം. അർഡിനോ യുനോ ബോർഡ് കണക്റ്റഡ് ആണ്. അപ്പോൾ അർഡിനോ ISPയുടെ കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതിലേക്ക് ഫ്ലാഷ് ചെയ്യാം. വേറെ നോക്കാതെ ഇതിലേക്ക് ഫ്ലാഷ് ചെയ്യാം. ഫ്ലാഷ് ആയി കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ലൈറ്റ് ബ്ലിങ്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടൂൾസിൽ വന്നിട്ട് ടൂൾസിനകത്ത് ഇവിടെ പ്രോഗ്രാമറിൽ പോയിട്ട് അർഡിനോ ആസ് ISP എന്നുള്ളത് സെലക്ട് ചെയ്യാം. അർഡിനോ ആസ് ISP സെലക്ട് ചെയ്യുക. ബാക്കി കോൺപോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അർഡിനോ ആസ് ISP സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടൂൾസിൽ പോയിട്ട് ബേൺ ബൂട്ട് ലോഡർ കൊടുക്കുക. ഇവിടെ കാണാം ബേണിംഗ് ബൂട്ട് ലോഡർ എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ? യെസ്, ഡൺ ബേണിംഗ് ബൂട്ട് ലോഡർ. ഇപ്പം ഈ ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു മൈക്രോ കൺട്രോളറിനെ ബൂട്ട് ലോഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നോർമലായിട്ട് ഇതിലേക്ക് എങ്ങനെ നമ്മൾ കോഡ് ഫ്ലാഷ് ചെയ്യുന്നു അതുപോലെ, അല്ലെങ്കിൽ ഇത് എടുത്ത് ഇത് വെച്ച് ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കും കോഡ് ഫ്ലാഷ് ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾ പുതിയൊരു IC ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഫ്ലാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബൂട്ട് ലോഡർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ബൂട്ട് ലോഡിങ് ചെയ്യണം. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഒരു ഡിവൈസൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ബൾക്കായിട്ട് ICകൾ വാങ്ങി നമ്മളത് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് കോഡ് ഫ്ലാഷ് ആവാത്ത ഒരുപാട് അവസ്ഥകൾ, അതായത് കോഡ് ഫ്ലാഷ് ആവില്ല.
സംഭവം അതിലേക്ക് ബൂട്ട് ലോഡർ ഇല്ലാത്തതുകൊണ്ടല്ല, ഐസിയുടെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ബൂട്ട് ലോഡിങ് ചെയ്യുക. ഈ ബൂട്ട് ലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിലോണായിട്ട് ഇതിലേക്ക് ഇത് യൂസ് ചെയ്യാതെ ഇതിലേക്ക് കോഡ് ഫ്ലാഷ് ചെയ്യാൻ പറ്റും. അപ്പം ബൂട്ട് ലോഡിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളൊരു അനലോഗ് ഇൻപുട്ട് എങ്ങനെ നമ്മൾ ഇതിലേക്ക് എടുക്കും, എങ്ങനെയാണ് ADC വർക്ക് ആവുന്നത്, ഇതുപോലുള്ള കുറച്ച് ഡീറ്റെയിൽസും പിന്നെ സീരിയൽ പ്രിന്റിങ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.